നിങ്ങളിൽ ആരെങ്കിലും ചോദിച്ചേക്കാം, അഭയാർത്ഥികൾക്ക് അഭയം കൊടുത്ത് നല്ലതല്ലേ? നിങ്ങളുടെ വീട്ടിൽ ഒരഭയാർത്ഥി വന്ന്, വഴിയെ പോകുന്ന ഒരു അഭയാർത്ഥി വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് അന്തി ഉറങ്ങി, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കൊടുത്ത ഭക്ഷണം കഴിച്ചു, നിങ്ങളുടെ മക്കളെ കൊന്ന്, നിങ്ങളുടെ കുടുംബനാഥനെയും നശിപ്പിച്ച്, നിങ്ങളുടെ വസ്തുവകളെല്ലാം നശിപ്പിച്ച്, നിങ്ങളുടെ ഭവനം കത്തിക്കുന്നെങ്കിൽ അവനെ അഭയാർത്ഥി എന്നാണോ വിളിക്കേണ്ടത്? അവനെ കൊള്ളക്കാരൻ എന്നാണോ വിളിക്കേണ്ടത്? എന്താ വിളിക്കേണ്ടേ? അഭയാർത്ഥി എന്ന് വിളിക്കണോ, കൊള്ളക്കാരൻ എന്ന് വിളിക്കണോ? തൻ്റെ അജഗണത്തെ നശിപ്പിക്കാൻ വരുന്നതിനെ അഭയാർത്ഥി എന്ന് വിളിക്കണോ, കൊള്ളക്കാരൻ എന്ന് വിളിക്കണോ? തീത്തോസിന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം മുതൽ, വിഘടിച്ചു നിൽക്കുന്ന ഒരുവനെ 1-2 പ്രാവശ്യം ശാസിച്ചതിന് ശേഷം അനുസരിക്കാത്ത പക്ഷം അവനുമായുള്ള ബന്ധം വിടർത്തുക. അവൻ നേർവഴിക്ക് നടക്കാത്തവനും പാപത്തിൽ മുഴുകിയവനുമാണ്. അവൻ തന്നെ കുറ്റവാളി എന്ന് വിധിച്ചിരിക്കുന്നു. 10-ാമത്തെ വാക്യം ശ്രദ്ധിക്കണേ. വിഘടിച്ചു നിൽക്കുന്ന ഒരുവനെ 1-2 പ്രാവശ്യം ശാസിച്ചതിന് ശേഷം അവൻ അനുസരിക്കുന്ന